ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യം മുതലേ നമുക്ക് വായിക്കാം. ആകയാൽ വരിക, നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോൻ്റെ അടുക്കൽ അയക്കും. മോശ ദൈവത്തോട് ഫറവോൻ്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിപ്പാനും ഞാൻ എന്തുമാത്രമുള്ളൂ എന്ന് പറഞ്ഞു. അതിന് അവൻ, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. നീ ജനത്തെ മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിങ്കൽ ദൈവത്തെ ആരാധിക്കുമെന്നുള്ളത് ഞാൻ നിന്നെ അയച്ചതിന് അടയാളമാകും എന്ന് അരുളി ചെയ്തു. മോശയെ ദൈവം വിളിച്ച് തൻ്റെ വേല ഭരമേൽപ്പിക്കുകയാണ്. കഴിഞ്ഞ ഒരവസരത്തിൽ മോശയുടെ ജീവചരിത്രത്തിലെ 3 ഘട്ടങ്ങൾ പ്രസ്താവിച്ചത് നിങ്ങൾക്ക് ഓർമ്മ കാണുമോ? മോശയുടെ ജീവിതത്തിൻ്റെ ആദ്യത്തെ ഘട്ടം ആദ്യത്തെ 40 വർഷമാണ്. മോശയുടെ ജീവിതത്തിലെ 2-ാമത്തെ ഘട്ടം 40-ാമത്തെ വയസ്സ് മുതൽ 80-ാമത്തെ വയസ്സ് വരെയുള്ള കാലയളവാണ്. മോശയുടെ ജീവിതത്തിലെ 3-ാമത്തെ ഘട്ടം 80-ാമത്തെ വയസ്സ് മുതൽ 120-ാമത്തെ വയസ്സ് വരെയുള്ള ആ ശോഭനമായ ഒടുവിലത്തെ കാലയളവാണ്. ആദ്യത്തെ കാലഘട്ടം സന്തോഷത്തിൻ്റെ കാലയളവാണ്. കൊട്ടാരത്തിൽ രാജകുമാരനായി വാഴുന്ന കാലമാണ്. അന്ന് എവിടെയും സ്വീകരണം, എല്ലാവരുടെ ഇടയിൽ അംഗീകരണം, എല്ലാവരുടെ ഇടയിൽ ബഹുമാനം, രാജകൊട്ടാരത്തിൽ എല്ലാ സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും പേരും പുകഴ്ചയും പെരുമയും എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യ വിഭൂതികളും. എന്നാൽ മോശയുടെ 2-ാമത്തെ ജീവിതഘട്ടം 40-ാമത്തെ വയസ്സ് മുതൽ 80-ാമത്തെ വയസ്സ് വരെയുള്ള കാലയളവ് അത് ഭയപ്പാടിൻ്റെ കാലയളവാണ്. അത് ദുരിതം നിറഞ്ഞ കാലയളവാണെന്ന് വേണമെങ്കിൽ പറയാം. വളരെ യാതനയിലും ദുഃഖത്തിലും ഞെരുക്കത്തിലും ആകുലത്തിലും കഴിയുന്ന കാലം, സ്വന്തം നാട്ടിൽ നിന്ന് അകന്ന് പാർക്കുന്ന കാലം. രാജാവിൻ്റെ കോപം അവനെ വാസ്തവത്തിൽ അലട്ടുകയുണ്ടായി. അവൻ അവിടെ നിന്ന് മരണഭീതിയോടെ ഓടി മിദ്യാനിൽ പോയി പാർത്തു. അമ്മായിയപ്പൻ്റെ വീട്ടിൽ, ഭാര്യയുടെ വീട്ടിൽ അവിടുത്തെ ആടുനോട്ടക്കാരനായി അവൻ ജീവിക്കേണ്ടി വന്നു. സീനായി മലയുടെ ചെരുവിലൂടെ ആടുകളെ നോക്കിക്കൊണ്ട് നടക്കുമ്പോൾ മോശ നെടുവീർപ്പോടെ ചിന്തിക്കും. ഇടയ്ക്കിടയ്ക്ക് മോശ അവിടെ ആടുകളുടെ പിറകിൽ നിന്ന് മാറി ഒരു മരത്തണലിൽ ചുറ്റിപ്പറ്റി നിന്നുകൊണ്ട് ഇങ്ങനെ ഓർക്കും, എൻ്റെ ദൈവമേ, നീ എന്നെ നീലനദിയിൽ നിന്ന് കോരിയെടുത്തത് ഇതിനാണോ? നീലനദിയുടെ പെരുവെള്ളത്തിൽ നീ എന്നെ പൊക്കിയെടുത്തത് ഒരു കേവലം ആടുനോട്ടക്കാരനായി അമ്മായിയപ്പൻ്റെ വീട്ടിൽ വേലക്കാരനെ പോലെ പാർക്കാനാണോ? കർത്താവേ, നീ എന്താണ് എന്നെക്കുറിച്ച് ഉദ്ദേശിച്ചത്? എൻ്റെ ജീവിതം ഇതുകൊണ്ട് തീരുകയാണോ? കേവലം ഒരു ആട്ടിടയനായി ജീവിച്ച് എൻ്റെ ആയുസ് തീരാനാണോ നീ എന്നെ പെരുവെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തത്? നീലനദിയിലെ ആ ഓളങ്ങളിൽപ്പെട്ട് തട്ടിയും മുട്ടിയും ആടിയും ഉലഞ്ഞും ആ ഞാങ്ങണപ്പെട്ടി നീങ്ങിയപ്പോൾ എന്നെ ഞാങ്ങണപ്പെട്ടി അടുപ്പിച്ച് എന്നെ കൊട്ടാരക്കെട്ടിൽ വളർത്തി മിസ്രയീമ്യ ജ്ഞാനവും മിസ്രയീമ്യ വിദ്യയുമെല്ലാം അഭ്യസിപ്പിച്ച് വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായിത്തീരുന്ന ഒരു നല്ല യുവാവായി വളർന്നു വരുവാൻ ഇടയായത് കർത്താവേ, ഇതിനാണോ? ആടുനോട്ടക്കാരനായ ജീവിതം തീർക്കാനാണോ? മോശ ഇടയ്ക്കിടയ്ക്ക് നിരാശ പുരണ്ട ചിന്തകൾ ഇങ്ങനെ ഉള്ളിൽ താലോലിക്കുകയും ഉള്ളിൽ നെടുവീർപ്പോടെ പയ്യെ ദുഃഖനിമഗ്നനായി ആലോചനയോടെ നിൽക്കുകയും ചെയ്യും. എന്നാൽ 80-ാമത്തെ വയസ്സിൽ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷനായി. ദൈവത്തിന് സ്തോത്രം. ഭയം മാറ്റുന്ന ദൈവം മോശയ്ക്ക് പ്രത്യക്ഷനായി. ഭയമകറ്റുന്ന ദൈവം മോശയ്ക്ക് പ്രത്യക്ഷനായി. സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ കാലമത്രയും നിങ്ങൾ ചില ജോലികൾ ചെയ്തു, ശരിയാണ്. നിങ്ങൾ ഈ ലോകത്തിന് വേണ്ടി ജീവിച്ചു, സത്യമാണ്. ജീവിക്കാൻ വേണ്ടി ജീവിച്ചു, അല്ലേ? ജീവിക്കാൻ വേണ്ടി ജീവിച്ചു. നിങ്ങൾ വീട് വെച്ചു, മക്കളെ വളർത്തി, നിങ്ങൾ സമ്പാദിച്ചു, നിങ്ങൾ പൈസ ഉണ്ടാക്കി, നിങ്ങൾ പൈസ ചെലവഴിച്ചു, നിങ്ങൾ പല നല്ല കാര്യങ്ങളും ചെയ്തു, നിങ്ങൾ വിവാഹം കഴിച്ചു, നിങ്ങൾ കുഞ്ഞുങ്ങളെ പോറ്റി, അവരെ വളർത്തി, അവരെ പുലർത്തി, അവരുടെ ഭാവിയെല്ലാം ഒരുവിധം ഭദ്രമാക്കാൻ നിങ്ങൾ അധ്വാനിച്ചു. തട്ടിയും മുട്ടിയും നിങ്ങൾ പലയിടത്തും പ്രയാസപ്പെട്ടും ക്ലേശിച്ചും കഷ്ടപ്പെട്ടും വലഞ്ഞും, എന്നാൽ ചിലയിടത്തെല്ലാം നിങ്ങൾ കരേറിയും. അങ്ങനെയെല്ലാം നിങ്ങൾ മുന്നോട്ട് വന്നു. എത്ര സംഭവ ബഹുലമായിരുന്നു നിങ്ങളുടെ ജീവിതം. ഒന്ന് നിങ്ങൾ തിരിഞ്ഞു നോക്കൂ.
ഒന്ന് പിറകിലേക്ക് നോക്കൂ, എന്ത് സംഭവബഹുലമായ ജീവിതം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇത്രയും കാലത്തെ ജീവിതം കൊണ്ട് നമ്മുടെ പ്രവർത്തനവും നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശവും തീർന്നു എന്നാരും ധരിച്ചു പോകരുത്. ഉന്നതമായ, ശോഭനമായ, അത്യുദാത്തമായ നല്ല കാലങ്ങൾ ദൈവം നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുകയാണ്. വെറുതെ നിങ്ങൾ വ്യാമോഹിപ്പിക്കാൻ പറയുകയല്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ജീവനുള്ള ദൈവത്തിൻ്റെ പ്രത്യാശയുടെ ദൂത് തരികയാണ്. നിങ്ങളെക്കുറിച്ച് സ്വർഗസ്ഥനായ ദൈവത്തിന് വലിയ കർമ്മപരിപാടികളുണ്ട്, വലിയ കാര്യപരിപാടികളുണ്ട്. ദൈവത്തിന് ഉയർന്ന സ്കീമുകളുണ്ട് നിങ്ങളെക്കുറിച്ച്. അത്യന്തം ഉന്നതമായ ചില പദ്ധതികൾ ദൈവം നിങ്ങളെക്കുറിച്ച് വെച്ച് പുലർത്തുന്നുണ്ട്. സഹോദരങ്ങളെ, നിങ്ങളെ 600,000 വിടുതലിന് വേണ്ടി, 600,000 ഫറവോൻ്റെ അടിമത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി മോശ ഉപയോഗിച്ചതുപോലെ നിങ്ങളിൽ ചിലരെ കൊണ്ട് ചില ദേശങ്ങളെ ഉണർത്തുവാൻ, ചില സഭകളെ ഉണർത്തുവാൻ, ചില സമുദായങ്ങളെ ഉണർത്തുവാൻ, ചില ഫെലോഷിപ്പുകളെ ഉണർത്തുവാൻ, ചില കൂട്ടായ്മകൾ ഉണർത്തുവാൻ, ചില വ്യക്തി ജീവിതങ്ങളെ ഉണർത്തുവാൻ, അനേകർക്ക് ആശ്വാസം കൊടുക്കുവാൻ, സാത്താൻ്റെ ഉരുക്കുമുഷ്ടിയിൽപ്പെട്ട് വലഞ്ഞുകൊണ്ടിരിക്കുന്ന ജനലക്ഷങ്ങൾക്ക് ജീവനാഥനായ ക്രിസ്തുവിൻ്റെ സൗഭാഗ്യ സന്തോഷ പരിപൂർണമായ സൽക്കാലങ്ങൾ നിങ്ങൾക്ക് തരുവാൻ ദൈവം നിങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇതെല്ലാം പറയുമ്പോൾ ഞാൻ നല്ല ആവേശം കൊള്ളും. ദൈവത്തിന് സ്തോത്രം. എനിക്കത് വലിയ ആവേശമാണ്. കാരണം ഓരോരുത്തരിലും ദൈവം കാണുന്ന, ദൈവം വെച്ചിരിക്കുന്ന പ്രതീക്ഷകൾ എന്താണ്, ദൈവം വെച്ചിരിക്കുന്ന പൊട്ടൻഷ്യാലിറ്റീസ് എന്താണ്. പൊട്ടൻഷ്യാലിറ്റീസ് ആൻഡ് പവേഴ്സ്, ദൈവത്തിൻ്റെ പൊട്ടൻഷ്യാലിറ്റീസ്. ദൈവം ചില അനന്തമോഹനമായ സാധ്യതകളാണ് നിങ്ങളിൽ കാണുന്നത്. എത്രയും ഉജ്ജ്വലത്തായ ചില പ്രതീക്ഷകളാണ് ദൈവം പുലർത്തുന്നത്. കേവലം വിക്കനായ മോശയെ ഉപയോഗിച്ച് 600,000 വിടുതലിന് വേണ്ടി ദൈവം തൻ്റെ കരങ്ങളിൽ എടുക്കുക, അതാണ് നാം കാണുന്നത്. പക്ഷേ മോശയ്ക്ക് അവൻ്റെ കൈമുതലായിട്ട് ഇപ്പോൾ എന്തുണ്ട്? ഈ 40 കൊല്ലം സീനായി മലയുടെ ചരിവിലൂടെ നടന്നുള്ള പരിചയം കൊണ്ട് മോശയ്ക്ക് കിട്ടിയ ആകത്തുക എന്താണ്? സ്വത്ത് എന്താണ്? ഭയം. ഒരു ധൈര്യവുമില്ല. മോശ പറയുകയാണ്, ദൈവം പറഞ്ഞു, ആകയാൽ നീ വരിക, നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോൻ്റെ അടുക്കൽ അയക്കും. മോശ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഫറവോൻ്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിപ്പാനും ഞാൻ എന്തുമാത്രമേ ഉള്ളൂ? ഞാൻ എന്ത് നിസ്സാരണ കർത്താവേ, എന്നെക്കൊണ്ട് വല്ലതും ആവുമോ? ഞാൻ മതിയോ? ഞാൻ എന്തുണ്ട്? ഞാൻ എന്തുമാത്രം ഉള്ളൂ? അതൊരു വിനയമാണെന്ന് തോന്നാം, ശരിയാണ്. വിനയം നല്ലതാണ്, എളിമ നല്ലതാണ്, സൗമ്യത നല്ലതാണ്, താഴ്മ നല്ലതാണ്. ഞാൻ ഏതുമില്ല എന്ന് ഉള്ളം അംഗീകരിക്കുന്നെങ്കിൽ നല്ലതാണ്. പക്ഷേ അത് ഭയത്തിൽ നിന്നായിരിക്കരുത്, ഭീരുത്വത്തിൽ നിന്നായിരിക്കരുത്. സഹോദരങ്ങളെ, ഭയപ്പാടിൽ നിന്നായിരിക്കരുത് നമ്മുടെ എളിമ. ഭയത്തിൽ നിന്നാകരുത്. ധീരത വേണം. എനിക്ക് കഴിവില്ല, സത്യം. പക്ഷേ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് സെൻറ്റ് പോൾ പറഞ്ഞതുപോലത്തെ ഒരു ധീരതയുണ്ടല്ലോ, അതാണ് നാം കൈമുതലാക്കേണ്ടത്. എനിക്ക് കഴിവില്ല, ഞാനോ ഒരു പ്രാപ്തിയുമില്ലാത്ത മനുഷ്യൻ, ഒന്ന് ആരുടെയെങ്കിലും നേരെ നിൽക്കാൻ പോലും കെൽപ്പില്ലാത്ത മനുഷ്യൻ, ഒന്ന് എഴുന്നേറ്റ് നിന്ന് 1-2 വാക്ക് പറയാൻ പോലും കഴിവില്ലാത്ത മനുഷ്യൻ. എന്നോട് തറപ്പിച്ച് 2 വാക്കാരെങ്കിലും പറഞ്ഞാൽ ചൂളിപ്പോകുന്ന വെറും നിസ്സാരനായ മനുഷ്യൻ. ശരിയാണ്. പക്ഷേ എൻ്റെ ഉള്ളിൽ വേറൊരാൾ ഇരിപ്പുണ്ട്. സ്തോത്രം. അതാണ് പ്രിയപ്പെട്ടവരെ ബലം. എൻ്റെ ഈ ചങ്കിനുള്ളിൽ വേറൊരാൾ ഇരിപ്പുണ്ട്. ഇതായിരിക്കണം നമ്മുടെ ബലം. ഇതിനകത്തൊരാൾ കയറി ഇരിപ്പുണ്ട്. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളോട് ഈ സമയത്ത് ഞാനൊന്ന് പറഞ്ഞു കൊള്ളട്ടെ. 17-ാമത്തെ വയസ്സിൽ ആൾ എൻ്റെ ചങ്കിലേക്ക് കയറി വന്നു. ഞാനങ്ങനെയൊന്നും ആവശ്യപ്പെട്ടതല്ല. ഞാനങ്ങ് സംതൃപ്തനായിരിക്കുകയാണ്. കാരണം വേറെ അറിഞ്ഞ് പറയത്തക്ക പാവങ്ങളിലൊന്നും പോയിട്ടില്ല. സിനിമയില്ല, പുകവലിയില്ല, ചീട്ടുകളിയില്ല, ചീത്ത കൂട്ടുകെട്ടില്ല, വേണ്ടാത്ത ജീവിതമില്ല, ഡിസിപ്ലിൻ ലൈഫ്, പ്രാർത്ഥനാ ജീവിതം, 2 നേരവും കുടുംബ പ്രാർത്ഥന, നമസ്കാരം, എന്നും ബൈബിൾ ഒരധ്യായമെങ്കിലും വായിക്കും, ഒരു ഞായറാഴ്ചയും പള്ളിയിൽ പോകാതിരിക്കില്ല. വളരെ വളരെ മാന്യമായി ലോകം നോക്കിയാൽ എല്ലാവർക്കും ഒരു നല്ല വെള്ളിയായി കഴിഞ്ഞ കാലം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ആ കാലങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. എല്ലാവർക്കും എന്നെ എന്തൊരു വാത്സല്യമായിരുന്നു. ഹൈന്ദവരും മുസ്ലിമുകളും എല്ലാം ചുറ്റിപ്പാർക്കുന്ന സ്ഥലമല്ലേ ഇത്? പ്രിയപ്പെട്ടവരെ, നാട്ടുകാർക്കെല്ലാം ഒരു സ്നേഹവും ഒരു സഹതാപവും ഏതോ ഒരു പ്രത്യേക അനുകമ്പയൊക്കെ ആയിരുന്നു എന്നോട്. ഒരു വയസ്സിൽ അപ്പൻ മരിച്ച
അനാഥനായൊരു കൊച്ചൻ. ദൈവത്തിന് സ്തോത്രം. 1 വയസ്സിൽ അപ്പൻ മരിച്ച് ഇതാ ഒരു അനാഥനെ പോലെ അഗതിയെപ്പോലെ കഴിയുന്ന ഒരു സാധു കൊച്ചൻ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എന്നാൽ പ്രിയപ്പെട്ടവരെ, പുറമേ പറയത്തക്ക പാവങ്ങളൊന്നും ഇല്ലെങ്കിലും ഞാൻ വാസ്തവത്തിൽ നിരാശനായിരുന്നു. ജീവിതമാകെ വലഞ്ഞു പോയിരുന്നു. കടുത്ത നിരാശ എന്നെ ബാധിച്ചിരുന്നു. എന്തൊരു പേടിയായിരുന്നു എന്നോ പ്രിയപ്പെട്ടവരെ, എന്തൊരു ഭയമായിരുന്നു എന്നോ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. സഹോദരങ്ങളെ, അത്താഴൂണ് കഴിഞ്ഞ് എൻ്റെ അമ്മയോ പെങ്ങളോ എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് കിടക്കുന്ന മുറിയിൽ കൊണ്ടുവന്ന് പുതപ്പ് കൊണ്ട് മൂടി പുതപ്പിച്ചിട്ട് പോയാലേ, അന്ന് ഇതുപോലെ ഇലക്ട്രിക് ലൈറ്റൊന്നും ഇല്ലല്ലോ, മണ്ണവിളക്കല്ലേ പ്രിയപ്പെട്ടവരെ, എങ്കിലേ എനിക്ക് ഉറങ്ങാൻ പറ്റൂ. തനിയെ ഒരു മുറിയിൽ നിന്ന് മറ്റേ മുറിയിലേക്ക് പോകാൻ ധൈര്യമില്ലാത്ത മനുഷ്യൻ. ദൈവത്തിന് സ്തോത്രം. പക്ഷേ 17-ാമത്തെ വയസ്സിൽ അത്യുന്നത പുരുഷൻ ഈ നിസ്സാര മനുഷ്യൻ്റെ ചങ്കിലേക്ക് എഴുന്നള്ളി വന്നു. സ്തോത്രം. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തും, ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഈ നിസ്സാര ജീവിതത്തിലേക്ക് അത്യുന്നതൻ എഴുന്നള്ളി. രാജാധിരാജാവിന് ഒന്ന് കടന്നു വരാൻ പ്രസാദം തോന്നി. അവൻ എന്നോട് മനസ്സിൽ തോന്നി. ഞാൻ പ്രാർത്ഥിച്ചില്ല, കർത്താവേ നീ എഴുന്നള്ളി വരണമെന്ന് പ്രാർത്ഥിച്ചില്ല. ഞാൻ സംതൃപ്തനാണ്. പ്രാർത്ഥനയുണ്ടല്ലോ, സംതൃപ്തിയാണ്. എനിക്ക് കർത്താവ് ഇല്ലെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. കർത്താവിൻ്റെ ഉള്ളത്തിൽ ഇല്ല എന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. വേറെ ഇല്ലാതിരിക്കാൻ വേറെ കാരണം എന്താണ്? പറയത്തക്ക കാരണങ്ങളൊന്നും ഞാൻ കണ്ടില്ല. പ്രാർത്ഥനയില്ലേ, പ്രകടമായ പാവങ്ങളൊന്നുമില്ല, അന്യൻ്റേത് മോഹിക്കുന്നില്ല, വേറെ ഒരു വൃത്തികെട്ട കാര്യങ്ങൾക്ക് പോകുന്നില്ല. സഹോദരങ്ങളെ, എന്നാൽ ദൈവത്തിന് സ്തോത്രം. ഹൃദയം കാണുന്ന ദൈവം അനാഥനായി എന്നെ സ്നേഹിച്ചു, അഗതിയായി എന്നെ സ്നേഹിച്ചു, തുണയില്ലാത്തവനായി എന്നെ സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് മനസ്സലിഞ്ഞ് ദൈവത്തിൻ്റെ വചനം ഞാൻ കേട്ടുകൊണ്ടിരുന്നപ്പോൾ നിരാശയോടെ മനസ്സ് തളർന്നും തകർന്നും ഞാൻ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഉള്ളത്തിലേക്ക് അവിടുന്ന് കനിഞ്ഞെഴുന്നള്ളി വന്നു. ദൈവത്തിന് സ്തോത്രം. ഭയപ്പാട് മാറി, പേടി മാറി, ഭൗതികമായി തന്നെ പേടി മാറി. ഒരു പേടിയുമില്ല. ദൈവത്തിന് സ്തോത്രം. എന്തിനു പേടിക്കണം? സംഭവിച്ചാൽ എന്താ പരമാവധി സംഭവിക്കാൻ? ദൈവത്തിന് സ്തോത്രം. സംഭവിച്ചാൽ എന്ത് സംഭവിക്കാം? പരമാവധി വന്നാൽ എന്താ? മരണം. അല്ലാതെ തന്നെ മരിച്ചാൽ ഞാൻ കർത്താവിൻ്റെ രാജ്യത്തിലല്ലേ? മരിച്ചാൽ ഞാൻ യേശുവിൻ്റെ കൂടെയല്ലേ? മരിക്കുന്നത് കുറേ കൂടി ഒരു ബെറ്റർ പ്രൊമോട്ടഡ് ലൈഫല്ലേ? ദൈവത്തിന് സ്തോത്രം. അതൊരു വലിയ പ്രൊമോഷനല്ലേ? തേജോമയനായ ക്രിസ്തുവിൻ്റെ കൂടെയുള്ള വാഴ്ചയല്ലേ? സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴുമെന്നല്ലേ എൻ്റെ കർത്താവ് പറഞ്ഞത്? എന്തൊരു ധൈര്യമായിരുന്നു പ്രിയപ്പെട്ടവരെ, എന്തൊരു പ്രത്യാശയായിരുന്നു. സ്നേഹിതരെ, ഇന്ന് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് സമയത്ത് കടന്നു പോയാലും കൂസലില്ലാതെ കടന്നു പോകണമെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ക്രിസ്തു ഉണ്ടായിരിക്കണം. ക്രിസ്തു ഉള്ള ജീവിതം. ഭയപ്പാട് മാറിപ്പോകും. ഒന്നും നിങ്ങളെ അലട്ടുകയില്ല, ഒരു ഭീരുത്വം നിങ്ങളെ തടുക്കുകയില്ല. നിങ്ങളുടെ മുന്നേറ്റത്തെ തടുക്കുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. യേശുക്രിസ്തു നിങ്ങളുടെ നാഥനായി, നിങ്ങളുടെ കർത്താവായി, നിങ്ങളുടെ ഉടയവനായി, നിങ്ങളുടെ ഇടയനായി, നിങ്ങളുടെ ഉടമസ്ഥനായി, നിങ്ങളുടെ രക്ഷകർത്താവായി അവിടെ നിന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ വാഴുമ്പോൾ നിങ്ങൾ ഭാഗ്യശാലികളാണ് പ്രിയപ്പെട്ടവരെ. ഓ ദൈവത്തിന് സ്തോത്രം. തലചായ്പാൻ ഇടയില്ലാത്തവൻ. ഓ ദൈവത്തിന് സ്തോത്രം. അവനിതാ മകനെ നിൻ്റെ ഹൃദയത്തിൽ തലചായ്പാൻ കൊതിച്ചുകൊണ്ട് ഇന്നിപ്പോൾ നിൻ്റെ അരികത്തേക്ക് വന്നിട്ടുണ്ട്. മകളെ, നിൻ്റെ അരികത്ത് അവൻ വന്ന് നിൽക്കുന്നുണ്ട്. നിൻ്റെ ഹൃദയത്തിൽ വാഴാൻ അവന് താല്പര്യമാണ്. നിന്നെ തിരഞ്ഞെടുക്കാൻ അവൻ ആഗ്രഹമാണ്. സ്തോത്രം. ലോകം നിന്നെ കണക്കാക്കുന്നില്ല. ലോകത്തിന് നിന്നെ ഒരു വിലയുമില്ല. സ്വന്തം ഭർത്താവിന് പോലും വിലയുണ്ടോ? സ്വന്തം ഭാര്യയ്ക്ക് വലിയ വിലയുണ്ടെന്ന വിചാരം? മക്കൾക്ക് വിലയുണ്ടോ? മാതാപിതാക്കൾക്ക് വിലയുണ്ടോ? കൂടെ ജോലി ചെയ്യുന്നവർക്ക് വിലയുണ്ടോ? നിങ്ങളുടെ സുപ്പീരിയർ ഓഫീസേഴ്സിന് വിലയുണ്ടോ? അല്ല, നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ കീഴെ ജോലി ചെയ്യുന്ന നിങ്ങളുടെ കൂടെയുള്ളവർക്ക് വിലയുണ്ടോ? ആർക്കും വിലയില്ലാത്തവൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. വിലയില്ലാത്തവനെ വിലയുള്ളവനാക്കി മാനിക്കുന്നൊരു ദൈവം ജീവിക്കുന്നുണ്ട്. വിലകെട്ടവനെ വിലമതിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. ദൈവമക്കളെ, നിങ്ങൾ വിശ്വസിക്കൂ. ആർക്കും വേണ്ടാത്തവനെ എനിക്ക് വേണമെന്ന് പറയുന്ന ക്രിസ്തു ജീവിക്കുന്നുണ്ട്. ഹോസന്ന പെരുന്നാളിൻ്റെ സന്ദേശം എന്താണ്? അതിനെ അഴിച്ചുവിടുന്നത് എന്തിനെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ ഞങ്ങളുടെ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുവീൻ. സ്നേഹിതരെ, നിങ്ങളുടെ ഭയപ്പാട് മാറ്റുന്നത് എന്തിനാണെന്നറിയാമോ? യേശുവിന് നിങ്ങളിൽ ആവശ്യമുള്ളത് കൊണ്ട്. ഞങ്ങളുടെ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുവീൻ. ദൈവത്തിന് സ്തോത്രം. മോശ പറഞ്ഞു, എൻ്റെ കർത്താവേ ഞാൻ എന്തുള്ളൂ? താഴ്മയാണ്, ശരി, നല്ലതാണ്. പക്ഷേ മോശയ്ക്ക് ആ താഴ്മയുടെ വാസ്തവത്തിൽ അതിൻ്റെ പിന്നിലുള്ളത് ഭയമാണ്. ഞാൻ ഫറവോൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ പഴയ കഥ വല്ല ഓർത്ത് തന്നെ ഉപദ്രവിക്കുമോ? പണ്ട് ഞാൻ മിസ്രൈമിൽ നിന്ന് 40 വർഷം മുമ്പ് ഓടിപ്പോരുമ്പോൾ അന്ന് ഒരാളെ കൊന്നിട്ടല്ലേ പോകുന്നത്.
അതിൻ്റെ കുറ്റാരോപണവുമായി വന്ന് എന്നെ എങ്ങാൻ കൽത്തുറുങ്കിലിടുമോ, എന്നെ എങ്ങാൻ ബന്ധിച്ചു കളയുമോ, എൻ്റെ ജീവിതം തകർത്ത് കളയുമോ? പലതരം പേടികൾ. ദൈവവൈതലെ, പഴയതിനെക്കുറിച്ചുള്ളതിൻ്റെ പേടികളെല്ലാം മാറും ദൈവം തൻ്റെ കരത്തിൽ നിന്നെ എടുക്കുമ്പോൾ. പഴയ കാലത്ത് വന്നുപോയ തെറ്റുകളെക്കുറിച്ചുള്ള ഓർമ്മകൾ പോലും നിൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിത്തരും. പഴയ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെക്കുറിച്ചുള്ളതായ നിങ്ങളുടെ ഭീരുത്വങ്ങൾ പോലും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റിത്തരും. പാപബോധം നിങ്ങൾക്ക് തന്നിട്ട് പാപം നിങ്ങൾക്ക് കഴുകിത്തരും. പാപബോധം തരുന്നത് നിങ്ങളെ ഭീഷണിപ്പെടുത്താനല്ല, പാപത്തെക്കുറിച്ചും കുറ്റത്തെക്കുറിച്ചും നിങ്ങൾക്ക് ഓർമ്മ തരുന്നത് നിങ്ങളെ ഭയപ്പെടുത്താനല്ല. ആ പാപബോധം നിങ്ങളുടെ ഹൃദയത്തിൽ തന്നിട്ട് പാപത്തിൻ്റെ കറ നിങ്ങൾക്ക് മായ്ച്ചു തരാനാണ്. പാപക്കറ മായ്ച്ചു തരുന്ന സ്നേഹം, കറ കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിക്കുന്ന സ്നേഹം. കഴിഞ്ഞകാല പാപത്തെ ഓർത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളാരും ഭയപ്പെടണ്ട. പണ്ട് കാലത്ത് ചില കാര്യങ്ങൾ സംഭവിച്ചു, അതിലേക്ക് തിരിഞ്ഞു നോക്കി നിങ്ങളാരും നെടുവീർപ്പെടണ്ട, നിങ്ങൾ നിരാശപ്പെടേണ്ട. കാരണം പാപത്തിൻ്റെ പരിഹാരം കർത്താവായ യേശു ക്രൂശിൽ നിർവഹിച്ചു കഴിഞ്ഞു. നിവൃത്തിയായി എന്ന് യേശു ക്രിസ്തു ക്രൂശിന്മേൽ പറഞ്ഞു കഴിഞ്ഞു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. അത് നിവൃത്തിയായി, അത് പൂർത്തീകരിച്ചിരിക്കുന്നു കർത്താവ് ക്രൂശിന്മേൽ 6-ാമത്തെ തിരുമൊഴിയായി പറഞ്ഞു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, എങ്കിൽ നിങ്ങളിപ്പോൾ ഓർക്കൂ, യേശു ക്രിസ്തു ക്രൂശിൽ നിവൃത്തിയായി എന്ന് പറഞ്ഞത് എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളത് അവിടുന്ന് പൂർത്തീകരിച്ചു എന്നാണ്. മകനെ, നിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളത് ക്രിസ്തു പൂർത്തീകരിച്ചു. മകളെ, നിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി വേണ്ടതെല്ലാം ക്രിസ്തു പൂർത്തീകരിച്ചു. സ്വർഗീയ കാര്യപരിപാടി പൂർത്തീകരിച്ചു. മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, മനുഷ്യൻ്റെ സൗഖ്യത്തിന് വേണ്ടി, മനുഷ്യൻ്റെ ഉന്നമനത്തിന് വേണ്ടി, മനുഷ്യൻ്റെ സുസ്ഥിതിക്ക് വേണ്ടി ചെയ്യേണ്ടതെല്ലാം ക്രിസ്തു ചെയ്തു, അവിടുന്ന് പൂർത്തീകരിച്ചു. നിത്യ നരകം മനുഷ്യൻ ഒഴിവാക്കി തരുവാൻ, നിത്യ സ്വർഗത്തിൻ്റെ അവകാശം മനുഷ്യന് തരുവാൻ ദൈവം ചെയ്യേണ്ടതെല്ലാം ചെയ്ത് തീർത്തിരിക്കുന്നു. ഇറ്റ് ഈസ് ഫിനിഷ്. അത് പൂർത്തീകരിച്ചിരിക്കുന്നു, അത് തികച്ചിരിക്കുന്നു, നിവൃത്തിയായി. ദൈവവൈതലേ, നീ ഭയപ്പെടേണ്ട. ദൈവത്തിന് സ്തോത്രം. പക്ഷേ നീ ഒന്ന് ചെയ്യണം, വെട്ടിയെടുത്ത പാറയിലേക്കും കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കണം. യെശയ്യാവ് അങ്ങനെയാണ് പറയുന്നത്. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവീൻ. ദൈവത്തിന് സ്തോത്രം. എവിടെ നിന്നാണ് എന്നെ കോരിയെടുത്തത്? ഏതെല്ലാം ബന്ധനങ്ങളായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്? ഞാൻ എവിടെ കിടന്നവളായിരുന്നു? ഏതെല്ലാം അഴുക്കുചാലിലൂടെ നടന്നവനായിരുന്നു? ഏതെല്ലാം കൂട്ടുകെട്ടിൽപ്പെട്ട് നശിച്ചവനായിരുന്നു? ഏതെല്ലാം പാപങ്ങൾക്ക് അടിമയായിരുന്നു? മദ്യപാനം കൊണ്ട് എന്തെല്ലാമാണ് ഞാൻ മുടിച്ചു കളഞ്ഞത്. സൽപ്പേര് കളഞ്ഞു, ആരോഗ്യം കളഞ്ഞു, പണം കളഞ്ഞു, കുടുംബ മഹിമ കളഞ്ഞു, എല്ലാം നഷ്ടപ്പെടുത്തി. മദ്യത്തിന് വേണ്ടിയും അഴുക്ക് ബന്ധങ്ങൾക്ക് വേണ്ടിയും ചീത്ത നടപ്പുകൾക്ക് വേണ്ടിയും എന്തെല്ലാം നശിപ്പിച്ചു. ഇതെല്ലാം ഓർക്കണം. വെട്ടിയെടുത്ത പാറ ഏതാണെന്ന് ഓർക്കണം. വെട്ടിയെടുത്ത പാറയിലേക്കും കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവീനെന്ന് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 51-ാം അധ്യായം. നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരുമായുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവീൻ. ദൈവത്തിന് സ്തോത്രം. എവിടെ നിന്നാണ് നിങ്ങളെ കുഴിച്ചെടുത്തത്? എവിടെ നിന്നാണ് നിങ്ങൾ വെട്ടിയെടുത്തത്? അത് മറക്കരുത്. ഞാൻ ആരായിരുന്നു? എൻ്റെ രക്തത്തിലുള്ള പാപങ്ങൾ എന്തെല്ലാമായിരുന്നു? എൻ്റെ ഈ മാംസത്തിൽ അലിഞ്ഞു നിന്ന പാപങ്ങൾ എന്തെല്ലാമായിരുന്നു? എൻ്റെ സ്വഭാവത്തിൽ ലയിച്ചു പോയ പാപങ്ങൾ എന്തെല്ലാമായിരുന്നു? ഓരോരുത്തരും അതറിയണം. അതറിയുമ്പോൾ അപ്പോഴാണ് ഭയം മാറുന്നത്. ഇത്രയും ഹീനഭാവിയായ എന്നെ ക്രൂസിലെ സ്നേഹത്താൽ സ്നേഹിച്ച രക്ഷക, ഇത്രയും ഘോരപാതകിയായ എന്നെ ക്രൂസിലെ മരണത്തോളം സ്നേഹിച്ചെനിക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ രക്ഷക, ഇനിയും നിന്നെ സ്നേഹിച്ചുള്ള ജീവിതമേ എനിക്കുള്ളൂ. നിന്നെ പ്രസാദിപ്പിച്ചുള്ള ജീവിതമാണ് ഇനി എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡും. ദൈവത്തിന് സ്തോത്രം. ഓരോ നിമിഷവും കർത്താവേ, ഇനി നിന്നെ കൂടാതെ ഒരു ജീവിതം എനിക്കില്ല. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എന്തൊരു ധൈര്യമാണെന്നോ, എന്തൊരു പ്രാഗൽഭ്യമാണെന്നോ, എന്തൊരു പ്രത്യാശയാണെന്നോ. എൻ്റെ ബഹുമാന്യ സ്നേഹിതരെ, നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് വേണമോ ഈ ധൈര്യം? നിങ്ങൾക്ക് വേണമോ ഈ സ്നേഹം? നിങ്ങൾക്ക് വേണമോ ഈ ഭയഹീനമായ അവസ്ഥ, ഭയരഹിതമായ അവസ്ഥ, ഭയമില്ലാത്തതായ അവസ്ഥ, ഭയം മാറുന്ന അവസ്ഥ? ഭയം മാറും. ധാന്യമീഞ്ഞ് വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവയെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ദാവീദ് ഒരിക്കൽ പറഞ്ഞു, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു. ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം. ഞാൻ ആരെ പേടിക്കും? എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും.
ഒരു സൈന്യം എൻ്റെ നേരെ പാളയിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയനായിരിക്കും. എന്താ കാര്യം? ഞാൻ യഹോവയോടൊരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. വേറെ ഒന്നും എനിക്ക് ഉദ്ദേശമില്ല. ഒറ്റയ്ക്കൊരു കാര്യം, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും. എൻ്റെ ആയുഷ്കാലമൊക്കെ ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. ആയുഷ്കാലം മുഴുവൻ ഐ മസ്റ്റ് ബി വിത്ത് ജീസസ്. ദൈവത്തോടു കൂടെ ആയിരിക്കണം, എൻ്റെ കർത്താവിനോട് കൂടെ ആയിരിക്കണം. ഒരു സെക്കൻഡ് പോലും വിട്ടുപോകാൻ പാടില്ല. എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. അപ്പോഴാണ് അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും. ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങൾ അർപ്പിക്കും. ഈ ഭാഗ്യം നിങ്ങൾക്ക് വേണമോ പ്രിയരെ? ഭയം മാറുന്ന ഭാഗ്യം. മോശയെക്കുറിച്ച് ഇനിയും നമുക്ക് ചിന്തിക്കാനുണ്ട്. ദൈവം കൃപ തരുന്ന അടുത്ത പ്രാവശ്യം നമുക്ക് ഇനിയും ചിന്തിക്കാം. മോശ ഭയമില്ലാത്ത ജീവിതത്തിലേക്ക് വന്നതുപോലെ, ദാവീദ് ഭയം വിട്ടുള്ള ജീവിതത്തിലേക്ക് വന്നതുപോലെ, ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഭയത്തിൻ്റെ ഭയാനകമായ ബാധയിൽ നിന്നും വ്യാധിയിൽ നിന്നും മോചനം പ്രാപിച്ച് ഭയമില്ലാത്ത സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും പുതുജീവിതം നേടുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. അതിനുവേണ്ടി ക്രിസ്തു ഇതാ ചങ്ക് തുറന്ന് നിങ്ങൾ ക്ഷണിക്കുകയാണ്. മകനേ വരിക, എൻ്റെ ഹൃദയത്തിൽ നിനക്ക് അഭയമുണ്ട്. മകളെ വരിക, എൻ്റെ തുറന്ന ചങ്കിൽ തുറന്ന മാറിൽ മകളെ നിനക്ക് സങ്കേതമുണ്ട്. നീ അലഞ്ഞു തിരിയണ്ട, നീ നിരാശപ്പെടണ്ട, ഞാൻ അനാഥനെന്ന് നീ പറയണ്ട, എനിക്ക് ആരുമില്ലെന്ന് നീ ചിന്തിക്കണ്ട. നിൻ്റെ ഭയപ്പാട് മാറ്റാൻ യേശു വന്ന് നിൽക്കുന്നു. സ്നേഹിതരെ, നിങ്ങളുടെ ഹൃദയം ഇപ്പോൾ തുറക്കുമോ? നിങ്ങൾ ഈ ബാധ മാറ്റിത്തരാൻ ക്രിസ്തുവിനോട് പറയുമോ? ഭയത്തിൻ്റെ ബാധ മാറ്റിത്തരണമേ, അങ്കലാപ്പുകൾ മാറ്റിത്തരണമേ, ആശങ്കകൾ മാറ്റിത്തരണമേ, ഭീതികൾ മാറ്റിത്തരണമേ, രോഗഭീതികൾ മാറ്റിത്തരണമേ, ഭാവിയെക്കുറിച്ചുള്ള ആകാംക്ഷാഭരിതമായ ആശങ്കാകുലമായ പേടിപ്പെടുത്തുന്ന ചിന്തകൾ മാറ്റിത്തരണമേ. കർത്താവേ, എൻ്റെ ഉള്ളത്തിലേക്ക് നീ എഴുന്നള്ളി വരണമേ. യേശുവുള്ള ജീവിതം ആരെല്ലാം കൊതിക്കുന്നു. നമ്മുടെ തലകൾ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ അതിമനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഈ നല്ല സമയം ഞങ്ങൾക്ക് തന്നല്ലോ കർത്താവേ. ഭയപ്പാട് മാറ്റുന്ന ക്രിസ്തുവിൻ്റെ ക്രൂസിലെ സ്നേഹം ഞങ്ങളെ തഴുകിയല്ലോ കർത്താവേ. ഭയമകറ്റുന്ന ക്രിസ്തുവിൻ്റെ ക്രൂസിലെ ത്യാഗോജ്വലമായ സ്നേഹത്തിൽ ഞങ്ങളുടെ ഹൃദയം തുള്ളുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തന്നല്ലോ കർത്താവേ. എല്ലാവരെയും തലോടണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാവരെയും എൻ്റെ കരുണയുള്ള കർത്താവിൻ്റെ ആണിപ്പാടൽ കരം വെച്ച് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളെ സൗഖ്യമാക്കണമേ, മരണഭീതിയിൽ വലയുന്നവർക്ക് മോചനം കൊടുക്കണമേ കർത്താവേ. ഭാവിയെ ഓർത്ത് ആകുലപ്പെട്ടിരിക്കുന്നവർക്ക് സമാധാനം നൽകണമേ കർത്താവേ. കുടുംബ സമാധാനം അയക്കണമേ. മനസ്സ് നീറി പുകഞ്ഞിരിക്കുന്നവരെ എൻ്റെ കരുണയുള്ള കർത്താവ് ഇപ്പോൾ ഒന്ന് തൊടണമേ കർത്താവേ. നീറിപ്പുകഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ എൻ്റെ കർത്താവേ, ഭയപ്പാടിലും ആശങ്കയിലും ആകുലത്തിലും വലയുന്ന ഹൃദയങ്ങൾ എൻ്റെ കരുണയുള്ള കർത്താവ് ഒന്ന് തൊടണമേ, ഒന്ന് തലോടണമേ കർത്താവേ. നന്മയ്ക്കായ ഒരു അടയാളം ഈ വചനം കേൾക്കുന്നവർക്ക് തരണമേ കർത്താവേ. ഈ വാക്കുകളെ കേൾക്കുന്നവർക്ക് ഇപ്പോൾ തന്നെ ഭയപ്പാട് മാറ്റണമേ, ഇപ്പോൾ തന്നെ ഭീതി അകറ്റണമേ, ഇപ്പോൾ തന്നെ പാപങ്ങളെ വിടാനുള്ള മനസ്സ് നൽകണമേ. സകല പാപവും വിട്ട് പൈശാചിക ശക്തിയോട് യാത്ര പറഞ്ഞ് പാപത്തെ ജയിച്ച രക്ഷകനായ മിശിഹായെ സ്വീകരിച്ച് ഒരു പുതിയ അനുഭവത്തിലേക്ക് വരുവാനുള്ള ഭാഗധേയം എല്ലാവർക്കും നൽകണമേ. എല്ലാവരെയും തഴുകണമേ, എല്ലാവരെയും തലോടണമേ, എല്ലാവരുടെ മേലും കൃപ പകരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, ശക്തിയുടെ ആത്മാവേ എഴുന്നള്ളി വരണമേ, ധൈര്യത്തിൻ്റെ ആത്മാവേ എഴുന്നള്ളി വരണമേ, ഭയമില്ലാതെ ഞങ്ങളെ ശാന്തിയിൽ കാക്കുന്ന ആത്മാവേ എഴുന്നള്ളി വരണമേ, ഭയപ്പാടകറ്റുന്ന ആത്മാവേ എഴുന്നള്ളി വരണമേ, ഭീതി മാറ്റുന്ന ആത്മാവേ എഴുന്നള്ളി വരണമേ, ശാന്തി പകരുന്ന ആത്മാവേ എഴുന്നള്ളി വരണമേ, പാപബോധവും കുറ്റബോധവും തരുന്ന ആത്മാവേ എഴുന്നള്ളി വരണമേ, പാപക്ഷമ തരുന്ന ആത്മാവേ എഴുന്നള്ളി വരണമേ. യേശുവിൻ്റെ രക്തത്താൽ ഞങ്ങളെ എല്ലാവരെയും ശുദ്ധീകരിക്കണമേ. മഹത്വം രാജാതിരാജൻ മാത്രം എടുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമീൻ.